പാലക്കാട് ഞാൻ എത്തിയപ്പോഴാണ് മാധ്യമ സുഹൃത്തുക്കൾ എന്നെ വന്ന് കണ്ടത്. ഞാൻ വാർത്താ സമ്മേളനമൊന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ എന്നെ വന്ന് കണ്ടപ്പോൾ അപ്പോഴാണ് അവർ പറയുന്നത് ഇങ്ങനെ പുതിയ DGP ആയിട്ട് രവട ചന്ദ്രശേഖരനെ മന്ത്രിസഭ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന കാര്യം. അപ്പോൾ എൻ്റെ പ്രതികരണം ഇപ്പോൾ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ, അത് കേട്ട് കഴിഞ്ഞാൽ ആർക്കും വേറെ സംശയം ഉണ്ടാവില്ല. ഞാൻ കൃത്യമായിട്ട് രവട ചന്ദ്രശേഖരനെ നിശ്ചയിച്ചുകൊണ്ടുള്ള ആ മന്ത്രിസഭാ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് ചില മാധ്യമങ്ങൾ കൊടുത്തു. പക്ഷെ പിന്നീട് ഏഷ്യാനെറ്റാണ് ആദ്യമായിട്ട് കൂത്തുപറമ്പ് വെടിവെപ്പ് ചർച്ചയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വാർത്തകൾ കൊടുത്തിട്ടുള്ളത്. ഈ ഏഷ്യാനെറ്റിൻ്റെ താല്പര്യം എന്താണെന്നുള്ളത് എനിക്ക് അന്നേരത്തെ മനസ്സിലായി. കാരണം ഈ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ CPM-നെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ആക്ഷേപിക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ നേതാക്കന്മാരുടെ അവരുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി ആസൂത്രിതമായി പരിശ്രമിക്കുന്ന ഒരാളുണ്ടല്ലോ. അയാളുടെ പേരാണ് ദല്ലാൾ നന്ദകുമാർ. മനസ്സിലായോ? ആ ദല്ലാൾ നന്ദകുമാറാണ് എന്നോട് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ ആളുകൾക്ക് ഒരു ബൈറ്റ് കൊടുക്കണം ഇതിനെ പറ്റിയിട്ട്. ഇത് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ഞാൻ കൃത്യമായി നിലപാട് പറഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് വിളിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഏഷ്യാനെറ്റും ദല്ലാൾ നന്ദകുമാറുമായിട്ട് എന്താ ബന്ധം? അതിൻ്റെ ഈ ലേഖകന്മാരുടെ മേലെ നിൽക്കുന്ന എഡിറ്റോറിയൽ ബോർഡിൽ അംഗമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ എല്ലാ തീരുമാനങ്ങളെയും താറടിച്ച് കാണിക്കുക, CPM-ൻ്റെ നേതാക്കന്മാരെ താറടിച്ച് കാണിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ വരുന്നത്. ഞാൻ അന്ന് പാലക്കാട് വെച്ച് പറഞ്ഞത്, കേന്ദ്ര ഗവൺമെൻറ് അയച്ചു വന്നിട്ടുള്ള 3 പേരുകൾ, ആ 3 പേരുകളിൽ ഒരാളെ മെറിറ്റ് അനുസരിച്ച് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചതാണ്, മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ചോദിച്ചതാണ്. നിങ്ങൾക്കത് കാണാം, ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ഏതായ മാധ്യമം, അതും അതിൽ നിന്ന് വ്യക്തമാണ്. ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ അവർ സ്വീകരിക്കുന്നു. ആ ചോദ്യങ്ങൾ അവർ കേൾക്കുന്നു, അതിനെ അടിസ്ഥാനപ്പെടുത്തി എന്നോട് ചോദിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ദുർവ്യാഖ്യാനത്തിനുള്ള ശ്രമം നടത്തുന്നത് എന്ന് വ്യക്തമാണ്. അപ്പോൾ ഒരു മാധ്യമ സിൻഡിക്കേറ്റാണ്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ആ മന്ത്രിസഭാ തീരുമാനത്തെയോ CPM-മായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒരു വ്യതിചലനവും എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. അല്ല, സർക്കാരിൻ്റെ തീരുമാനത്തെപ്പറ്റി അഭിപ്രായം പറയേണ്ടത് സ്വാഭാവികമായിട്ടും സർക്കാരാണ്. മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു പാർട്ടി എന്ന നിലയ്ക്ക് അഭിപ്രായം പറയേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയല്ലല്ലോ ഗവൺമെൻറ്റിനോട് ഇത് നിർദ്ദേശിക്കേണ്ടത്. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള 3 പേരുകളിൽ ഒരാളെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു. അതിനെതിരായിട്ട് ഒരഭിപ്രായവും ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ആ ഫേസ്ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും. എല്ലാ കാലത്തും പാർട്ടിക്ക് സർക്കാരിൽ ഒരു നിയന്ത്രണം എല്ലാ വിഷയത്തിലും എല്ലാ നിലപാടുകളിലും എപ്പോഴും ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമായും പാർട്ടിക്ക് അക്കാര്യത്തിൽ അഭിപ്രായം പറയാറുണ്ട്. ഈ വിഷയത്തിൽ പാർട്ടിയുടെ അഭിപ്രായം ആണ് അന്ന് താങ്കളോട് ചോദിച്ചത്. അല്ല, അതാ ഞാൻ പറഞ്ഞല്ലോ. അതായത് ഈ കൂത്തുപറമ്പ് വെടിവെപ്പുമായിട്ടുള്ള ബന്ധം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അതിനെല്ലാം ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതേസമയം നിങ്ങളെപ്പോലെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ ഓരോ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിതമായി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സെൽഭരണം. 57-ലെ EMS ഗവൺമെൻറ് കാലത്ത് സെൽഭരണം എന്ന നിലക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ നിങ്ങൾ ആക്ഷേപിച്ചത്. ഇപ്പോൾ പറയുന്നത്
DGP ആയിട്ട് ആരെ നിശ്ചയിക്കണം എന്നത് പാർട്ടി നിർദ്ദേശം കൊടുക്കണം എന്നാണ്. അങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. ഒറ്റ കാര്യം മാത്രമേ, അതായത് ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ അന്നത്തെ ASP ആയിരുന്ന റവദ ചന്ദ്രശേഖരന് പങ്കുണ്ടെന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നു? അല്ല, അത് സംബന്ധിച്ച് പിന്നെ ഇതിൻ്റെ വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. സുനിൽ ഐസക്ക് കൃത്യമായിട്ട് ആ വിഷ്വൽ കണ്ടതിന് ശേഷം പിന്നീട് പറയാം. നിങ്ങൾ ചോദിച്ചാൽ മതി. ആ വിഷ്വൽ വിഷ്വൽ പൂർണ്ണമായിട്ടുണ്ട്. ആര് അല്ല, പാലക്കാട്ടെ വാർത്താ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ഫേസ്ബുക്കിലെ വിഷ്വൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ, അത് സംബന്ധിച്ചൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അതായത് ഏഷ്യാനെറ്റ് മാത്രമല്ല, ഏറ്റവും റേറ്റിംഗിൽ മുൻപന്തിയിൽ എന്ന് പറയുന്ന വേറൊരു ചാനലുണ്ട്, റിപ്പോർട്ടർ അല്ലേ. അപ്പോൾ വൈസ് ചെയർമാൻ എന്ന നിലക്ക് എനിക്ക് ഒരു പുതിയ വാഹനം വാങ്ങണം തീരുമാനിച്ചു. അതിലെ ചാനൽ കാരി റിപ്പോർട്ടർ അല്ലേ, ആ റിപ്പോർട്ടർ പറഞ്ഞല്ലോ എന്നാ ബുള്ളറ്റ് പ്രൂഫ് കാറാന്ന്. ബുള്ളറ്റ് പ്രൂഫ് കാറാന്ന്. ഈ കഴിഞ്ഞ ദിവസം ആ റിപ്പോർട്ടർ ചാനലുകാരൻ വിധി കൽപ്പിക്കുന്നത് കേട്ടു, CPM നിന്ന് ജയരാജൻ ഒറ്റപ്പെട്ടു. അങ്ങനെയാണ്, CPM നിന്ന് ജയരാജൻ ഒറ്റപ്പെട്ടു. അപ്പോൾ അത് അവരുടെ സ്വപ്നം മാത്രമാണ്. ഞാനിപ്പോൾ CPMൻ്റെ പ്രവർത്തകനാണ്. CPMൻ്റെ എല്ലാ തീരുമാനങ്ങളെയും അംഗീകരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. വലതുപക്ഷ മാധ്യമങ്ങൾ പല നിലക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് ഈ ചോദ്യം പാലക്കാട് നിന്ന് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി നിങ്ങൾക്ക് ഈ എന്താണോ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുള്ളത് അത് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും ഇപ്പം പറയാം. ഈ കൂത്തുപറമ്പ് വെടിവെപ്പിൽ രവീന്ദ്ര ചന്ദ്രശേഖർ പ്രതിയായിരുന്നു എന്നൊരു വാക്ക് അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കൂത്തുപറമ്പിനെ ഓർമ്മിപ്പിച്ച് P. ജയരാജൻ എന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ വരാൻ കാരണം. അപ്പോൾ അദ്ദേഹം അതിൽ പങ്കാളിയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? പാലക്കാട്ടെ മാധ്യമ പ്രവർത്തകന്മാരുടെ ചോദ്യത്തിന് ഞാൻ എന്താണോ മറുപടി നൽകിയത് അതൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുമല്ലോ. പറഞ്ഞൊരു കാര്യം, ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുമ്പോൾ അതിന് CPM-നെ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരെ ലാത്തിച്ചാർജ് ചെയ്യുന്നതിന് വെടിവെക്കുന്നതിലും ആ സംഘത്തിന് നേതൃത്വം നൽകിയത് ഒരാളായിരുന്നു റവീന്ദ്ര ചന്ദ്രശേഖരൻ താങ്കൾ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് ഈ ചോദ്യം നിങ്ങൾ ഇപ്പൊ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഈ ചോദ്യം അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം കേട്ടെ, ആ ചോദ്യത്തിന് ഞാൻ അന്ന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കാണാം എന്നതാണ് പറഞ്ഞത്. ഞാൻ എന്നെക്കൊണ്ട് അതെ അത് നിങ്ങളുടെ അജണ്ടയൊന്നും എൻ്റെ അടുക്ക നടക്കൂല കേട്ടാ. അതെ അതെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ കേട്ടെ, ഞാൻ ഒരാൾ അല്ല, നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വിഷമിച്ചു. ഒരാളുടെ ചോദ്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത്. അതായത് ഈ ചോദ്യം അന്ന് മാധ്യമ പ്രവർത്തകന്മാർ പാലക്കാട് നിന്ന് എന്നോട് ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടി എൻ്റെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. റവദ ചന്ദ്രശേഖർ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇത് എനിക്കൊരു ഡ്രില്ലാണ് എന്ന് പറഞ്ഞതായി നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം ഇത് എനിക്കൊരു ഡ്രില്ലായിരുന്നു എന്ന് പറഞ്ഞ ആ റവദ ചന്ദ്രശേഖരാണ്. അതായത് രവദ ചന്ദ്രശേഖരനെ DGP ആയിട്ട് നിശ്ചയിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നതിനെ തുടർന്ന് മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് പറയുന്നത് വന്നിട്ട് അതിനെ തുടർന്ന് എന്നോട് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി എൻ്റെ ഫേസ്ബുക്കിൽ പറയുന്ന കേൾക്ക്. നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി കിട്ടൂല കേട്ടാ. നിങ്ങൾക്ക് CPM-ൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. കേട്ടെ, ആ ഉദ്ദേശമൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല.
അല്ല അത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുമല്ലോ. എന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ മതി. അല്ല ജയരാജൻ പറഞ്ഞത് രവീന്ദ്ര ചന്ദ്രശേഖരൻ പ്രതിയാണെന്ന് പറയുന്നില്ല. എങ്ങനെ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടുമല്ലോ. പിന്നെ എന്തിനാ ഇപ്പൊ ചോദിക്കുന്നത്? ഇല്ല അതെ നിങ്ങൾക്ക് മറ്റ് CPM നേതാക്കൾ എടുക്കുന്നത്. അതാണ് ഇപ്പോ പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് ഈ രവീന്ദ്ര ചന്ദ്രശേഖരനെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട് എന്നാണ് CPM നിലപാട് കേട്ടോ. അന്ന് ഞാൻ ഏതെല്ലാം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞോ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് നോക്കാം. മാത്രമല്ല, അതായത് അത് ഫുൾ സ്വിങ്ങിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. തീർച്ചയായിട്ടും നല്ല കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞ്. അല്ല ഞാൻ പറഞ്ഞല്ലോ. അപ്പോ റിപ്പോർട്ടർ ചാനലിലെ പ്രമുഖനുണ്ടല്ലോ, അദ്ദേഹം പറയാണ് CPM ൽ ഒറ്റപ്പെട്ടു. താങ്കൾ പറയുന്നത് ഭയങ്കര സ്വീകാര്യത എൻ്റെ വാക്കുകൾ കിട്ടിയില്ല. അതെ. അപ്പോ ആ വാക്കുകൾ ദൃശ്യസമേതം നിങ്ങൾക്ക് കാണാവുന്ന ഒരു സൗകര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്കിൽ വീണ്ടും ഇടുന്നുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി വീണ്ടും പറയിപ്പിക്കാനാണ് നിങ്ങളുടെ ശ്രമം. അത് CPM സംബന്ധിച്ച് നല്ല വിശ്വാസമുള്ള ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ആ ശ്രമം ഒന്നും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഒരാൾ പറഞ്ഞോ ഞാൻ മറുപടി പറയാൻ സന്നദ്ധ. അതിനുശേഷം ഒരു അവ്യക്തത വന്നിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം. അതായത് ജയരാജൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് രവീന്ദ്ര ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഉൾപ്പെടെയാണ് ഇതിന് നേതൃത്വം കൊടുത്തതെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു അവ്യക്തത ഉണ്ടായിട്ടുണ്ട്. ആ അവ്യക്തത ഏതെങ്കിലും തരത്തിൽ അത് അങ്ങനെയല്ല, രവീന്ദ്ര ചന്ദ്രശേഖരന് പങ്കില്ല എന്നുള്ളതാണ് ജയരാജൻ ഇപ്പോൾ പറയുന്നത്. അല്ല നേരത്തെ പറഞ്ഞതുപോലെ ആ നിലപാടത്തിൽ ഉറച്ചു നിൽക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് എല്ലാവർക്കും നല്ല വ്യക്തതയുണ്ട്. കാരണം CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞല്ലോ, ആ മന്ത്രിസഭാ തീരുമാനത്തെ എതിർത്തുകൊണ്ട് ജയരാജൻ യാതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റിയെല്ലാം വീണ്ടും ദുർവ്യാഖ്യാനം ചെയ്യുന്ന അവസ്ഥയായിട്ട് നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഫേസ്ബുക്ക് നോക്കിയാൽ മതി, ജനങ്ങളും അത് നോക്കും. ഇപ്പോൾ താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞല്ലോ, അതിന് നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട്. DYFIയിലൊക്കെ ഭയങ്കര ആവേശം ഉണ്ടായിട്ടുണ്ട്. നല്ല കാര്യമല്ലേ, സന്തോഷമുള്ള കാര്യമല്ലേ. അതെ ഞാൻ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ കരുതിക്കോ. രക്തസാക്ഷിത്വത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ പോസ്റ്റുകളൊക്കെ. അതിലൊക്കെ SP ജയരാജൻ ഇതിനെ ചന്ദ്രശേഖരൻ നിയമനത്തെ എതിർത്തു എന്ന തരത്തിലാണ്. അതൊക്കെ അന്ന് പറഞ്ഞിട്ടുള്ള ആ വിഷ്വലിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ പിന്നീട് എൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും എൻ്റെ നാവിലൂടെ തന്നെ അത് ആവർത്തിപ്പിക്കുക. അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ അന്ന് അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷവും 14 മാസം കഴിഞ്ഞ് സുപ്രീം കോടതിയാണ് നായനാർ സർക്കാർ ഇതിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ പ്രതിയെടുത്തിട്ടുണ്ട്, അത് കോടതി വരെ പോയിട്ടുണ്ട്. പിന്നീട് കോടതിയിൽ നിന്ന് അദ്ദേഹം കുറ്റമുക്തനായി വരുന്നത്. അപ്പോൾ അന്ന് ഇതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ച സർക്കാരുണ്ട്, LDF സർക്കാരുണ്ട്, നായനാർ സർക്കാർ. ഇന്ന് വേറെ LDF സർക്കാർ നിൽക്കുമ്പോൾ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു. തമ്മിലൊരു വൈരുദ്ധ്യമില്ലേ? നിങ്ങൾ വൈരുദ്ധ്യം ഉണ്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഒരു വൈരുദ്ധ്യവും ഇല്ല എന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് അന്നത്തെ നിങ്ങളെ ഓരോ ചാനലിൻ്റെയും പ്രതിനിധികളോട്, വാർത്താ മാധ്യമങ്ങളുടെ പ്രതിനിധികളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് അന്ന് പറഞ്ഞ കാര്യം അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. അല്ല ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം അന്നേരത്ത് പറഞ്ഞു വെച്ചതാണ്. അതിനെപ്പറ്റി വീണ്ടും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകന്മാരുടെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞല്ലോ. ദല്ലാൽ നന്ദകുമാർ, മനസ്സിലായില്ലേ? ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ ഉണ്ടല്ലോ ഇവിടെ. എന്താ അവർ മിണ്ടാത്തത്? ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ അന്ന് ചോദ്യങ്ങൾ ചോദിച്ചു എന്നോട്. അതിന് ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞു. പല മാധ്യമങ്ങളും കൊടുത്തു. രവീന്ദ്ര ചന്ദ്രശേഖരൻ DGP ആയി നിയമിച്ചുകൊണ്ടുള്ള
നടപടി അനുകൂലിച്ചുകൊണ്ട് പി ജയരാജൻ എതിർത്ത് ജയരാജൻ എന്ന് വാർത്ത കൊടുത്തത് ഏഷ്യാനെറ്റാണ്. മനസ്സിലായി? അതാ ഏഷ്യാനെറ്റിൻ്റെ അജണ്ടയുണ്ട്. ആ അജണ്ടയെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. കേട്ടെ, പറയുന്ന കേൾക്ക്, പൂർത്തിയാവട്ടെ. ദല്ലാൽ നന്ദകുമാർ എന്നെ വിളിച്ചല്ലോ. നിങ്ങൾ ഏഷ്യാനെറ്റിന് വീണ്ടും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നുകൂടി വ്യക്തമായിട്ട് പറയണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിളിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ നിന്ന് തന്നെ വിളിക്കുകയാണ്. മനസ്സിലായില്ലേ? ദല്ലാൽ നന്ദകുമാർ നിങ്ങളെ സീനിയർ സബ് എഡിറ്ററാണ്. ആരാ? സീനിയർ എഡിറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ഇമ്മാതിരി തട്ടിപ്പൊന്നും CPM-ൽ എടുക്കുക വില പോകില്ല. ആരെ കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല, കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് സംഗതി മനസ്സിലായില്ലേ? അല്ല, സംഗതി മനസ്സിലായില്ലേ? നിങ്ങൾ ഏത് മാധ്യമത്തിന്റെ റിപ്പോർട്ടറാണ്? ഏഷ്യാനെറ്റ്. നിങ്ങൾ ചോദിക്കും. അല്ല, ഞാൻ ആ ചോദ്യത്തിനല്ല നിങ്ങൾ മറുപടി പറയുന്നത്. ഞാൻ ആ ചോദ്യത്തിനല്ല മറുപടി പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞത് കൃത്യമാണല്ലോ. അതായത് എന്നെ വന്നു കണ്ടതാണ് മാധ്യമ സുഹൃത്തുക്കൾ. മനസ്സിലായില്ലേ? ഞാൻ പാലക്കാട് വേറൊരു ആവശ്യത്തിന് പോയപ്പോൾ എന്നെ വന്നു കണ്ടതാണ്. അന്നേരത്ത് മന്ത്രിസഭാ തീരുമാനം വന്നിരിക്കുന്നു എന്ന് മാധ്യമങ്ങളിൽ നിന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എൻ്റെ അന്നത്തെ ആ അഭിമുഖം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്നെ വന്നു കണ്ട മാധ്യമ സുഹൃത്തുക്കളോട് അവരുന്നയിച്ച ചോദ്യങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഞാൻ എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം എൻ്റെ ഫേസ്ബുക്കിൽ ലഭ്യമാകും. 2, അതിനുശേഷമാണ് ദല്ലാൽ നന്ദകുമാർ എന്നെ വിളിക്കുന്നത്. നിങ്ങൾ ഒന്ന് ഏഷ്യാനെറ്റിൻ്റെ ഒരു അഭിമുഖം കൊടുക്കണം. മനസ്സിലായി? ഏഷ്യാനെറ്റിന് മാത്രമാണ് വാർത്താ സമ്മേളനം നടത്തണമല്ല, ഏഷ്യാനെറ്റിന് നിങ്ങൾ അഭിമുഖം കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്താ താല്പര്യം എന്നല്ലേ ഞാൻ അന്വേഷിക്കുക. മനസ്സിൽ കരുതി കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാം ഏഷ്യാനെറ്റിൽ നിന്ന് വിളിക്കുന്നു. നിങ്ങൾ ബൈറ്റ് കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുകൊണ്ടാണ് കേട്ടാ. അപ്പോൾ അതുകൊണ്ട് ഇമാതിരി വേലകളൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓട് വേണ്ട എന്നതാണ് പറയാനുള്ളത്. അവ്യക്തത നിങ്ങൾക്ക് ഉണ്ടാവും. എനിക്ക് നല്ല വ്യക്തതയുണ്ട്. അതെ എനിക്ക് അക്കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ട് കേട്ടാ. ആ വ്യക്തതയുള്ള കാര്യം എന്താണെന്നറിയോ? റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലതും പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യമാണല്ലോ പറഞ്ഞത്. ഏത് വൈസ് ചെയർമാന് ഒരു പുതിയൊരു വണ്ടി, ഖാദി ബോർഡ് ഒരു വണ്ടി എടുത്തു എന്ന് പറഞ്ഞപ്പോൾ അത് ബുള്ളറ്റ് പ്രൂഫ് കാറാന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചവരാ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ അവിടുത്തെ എഡിറ്ററാണ് അല്ലേ. ഇപ്പോൾ പുതിയൊരു എഡിറ്റർ പറയുന്നത് നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് തകർന്നുപോയി, മൂലക്കാർ എന്നൊക്കെയാണ്. അത് നിങ്ങൾ വ്യാഖ്യാനിച്ചോ? കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രമണ ചന്ദ്രശേഖർ ആ കേസിൽ കുറ്റവാളിയല്ലാതെ 2 ദിവസം മുമ്പ് മാത്രം ചാർജ് എടുത്ത ഒരാളാണ്. അതിൽ പങ്കില്ല. അതാണ് പാർട്ടി വിശ്വസിക്കുന്നത്. ആക്ഷേപങ്ങളെക്കാൾ വലുത് കണ്ടെത്തലുകളാണ് എന്നാണ്. അതെ, അല്ല, ഇതെല്ലാം സംബന്ധിച്ച് ഞാൻ അന്ന് പറഞ്ഞല്ലോ. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും എന്നൊക്കെയുള്ള മറുപടി എല്ലാം അന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതാ പറഞ്ഞത്. എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങളെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും വന്നല്ലോ. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞിട്ട് കേൾക്കൂ. അതെ അതല്ല, നിങ്ങൾക്ക് അല്ല, അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? നിങ്ങൾക്ക് 2 തോന്നുന്നതിൽ യാതൊരു അതിശയമില്ല. കാരണം അത് വലതുപക്ഷ മാധ്യമങ്ങളുടെ അജണ്ടയാണ്. പിന്നെ നിങ്ങളെപ്പോലെയുള്ള മാധ്യമ സുഹൃത്തുക്കൾ പാലക്കാട് വന്നപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞതിന് ശേഷം വേറൊരു വിഷയത്തിലേക്ക് കടന്നു. എന്നിട്ട് എല്ലാവരോടും സന്തോഷം പങ്കിട്ടുകൊണ്ടാണ് ഞാൻ മാധ്യമ സുഹൃത്തുക്കളുമായിട്ടുള്ള സംവദിക്കൽ അവസാനിപ്പിച്ചത്. അപ്പോൾ അന്ന് ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞാനൊരു കാര്യം ചെയ്യാം. അന്ന് ആ അഭിമുഖത്തിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന വീഡിയോ
താങ്കൾക്ക് അയച്ചു തരാം. മനസ്സിലായില്ലേ? ആ, താങ്കൾക്ക് അയച്ചു തരാം. എനിക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ പറ്റില്ല. താങ്കൾക്ക് അയച്ചു തരാം. അന്നത്തെ പ്രതികരണം ജയരാജ് പറയുന്നതാണ്. അതായത് വേണമെങ്കിൽ കേൾക്കാം. അതായത് ഇയാളുടെ പറയുന്നത് അല്ല, ആ പൂർണ്ണ രൂപത്തിൽ കേൾക്കണം. നിങ്ങൾ ഏതെങ്കിലും ഭാഗം കേൾപ്പിച്ചാൽ പോരാ. ആ ഒരു ഭാഗത്താണ് പ്രശ്നമുള്ളത്. ആ. അതായത് രമതാ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആ. ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥ നേതൃത്വം കൊടുത്താണ് ഇത് നടത്തിയത്, പോലീസ് വെടിവെപ്പ് ലാത്തിച്ചാർജൊക്കെ നടത്തിയത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് സംശയമൊന്നും അല്ലെങ്കിൽ അന്നാണ് കണ്ടെത്തലൊന്നും പറയുന്നില്ല. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പുഷ്ടപ്പെട്ട് അവസാനിപ്പിക്കാൻ. അപ്പോൾ അല്ല, അങ്ങനെ- അതാണ് സംശയത്തിനും ആശയക്കുഴപ്പത്തിനും ഇടയാക്കിയിട്ടുള്ളത്. അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നോക്കിയാൽ മനസ്സിലാവും. അല്ല, ജയരാജൻ സർക്കാർ തീരുമാനത്തെ എതിർത്തിട്ടില്ല. അത് ശരിയല്ലേ? സർക്കാർ തീരുമാനത്തെ കേട്ടാ ശരിയാണ് കേട്ടാ എന്ന് ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കള്ളി വെളിച്ചത്തായല്ലോ. അല്ല, ജയരാജൻ അത് പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം. അത് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ആത്മാർത്ഥമായ സുഹൃത്താ മനോജ്. അതുകൊണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ അവതരിച്ചല്ലോ, നന്നായി. സർക്കാർ തീരുമാനം ശരി എന്ന് ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. ആ. പക്ഷെ രമതാ ചന്ദ്രശേഖർ ആ അതെ. കുത്തുപറമ്പ് വെടിവെപ്പിന്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അല്ല. CPM പറയുന്നത് അതെ, അതെ. അതിന്റെ തീർച്ചയായിട്ടും. ഭാഗമല്ല എന്നുള്ളതാണ്. ഇവിടെ താങ്കൾ പറഞ്ഞ പോലെ സർക്കാർ തീരുമാനത്തെ അനുകൂലിച്ചു എങ്കിൽ തീർന്നല്ലോ അവിടെ. പിന്നെ വിവാദത്തിൽ ഒരു പക്ഷത്ത് പി ജയരാജനെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, അത് പാർട്ടി എടുക്കുന്ന തീരുമാനം, സർക്കാർ എടുക്കുന്ന തീരുമാനം. എന്തുകൊണ്ടും നമുക്ക് ചില കാര്യങ്ങളെ അനുകൂലിക്കാമല്ലോ. അതെ അതെ. അപ്പോ, അല്ല അങ്ങനെ ചെയ്യാമല്ലോ. സാധാരണ നമുക്ക് ഒരു എതിർപ്പുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു ഭൂരിപക്ഷത്തിന്റെ ഭാഗമായി ചിലപ്പോൾ അംഗീകരിക്കേണ്ടി വന്നത് ആ രീതിയിൽ ഒരുപക്ഷെ ഈ പറയുന്ന സർക്കാർ തീരുമാനത്തെ അനുകൂലിച്ചു. പക്ഷെ അതേസമയം തന്നെ ഒരു അഭിപ്രായ അനുകൂലിച്ചോ? വ്യത്യാസം. അനുകൂലിച്ചോ? അല്ല, അനുകൂലിച്ചു. ആ. അതിപ്പോ ജയരാജൻ അങ്ങനെയാണല്ലോ പറയുന്നത്. ഇതാ നിങ്ങളെ സഹപ്രവർത്തകൻ തന്നെ പറഞ്ഞു ആ സർക്കാർ തീരുമാനത്തെ അനുകൂലിച്ചു. അല്ലല്ല, സർക്കാർ തീരുമാനത്തെ അനുകൂലിച്ചു എന്ന് നിങ്ങളുടെ മാധ്യമ സുഹൃത്ത് തന്നെ പറയാം. പറയുന്നുണ്ട്. അനുകൂലിച്ചു, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതായത് രമതാ ചന്ദ്രശേഖർ DGP അനുകൂലിച്ചു എന്നതിൽ തർക്കമില്ല. പക്ഷെ അനുകൂലിച്ചു എന്നുള്ള കേട്ടെ, അത് തർക്കമില്ല. അനുകൂലിച്ചു എന്നുള്ളതിൽ തർക്കമില്ലല്ലോ തർക്കമില്ല. അല്ലേ? പക്ഷെ അതിനകത്ത് അപ്പോ റിപ്പോർട്ടർ ചാനലിൽ നിങ്ങൾ വാർത്ത കൊടുക്കുന്ന അവസരത്തിൽ അനുകൂലിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു എന്ന് നിലയ്ക്ക് ഇന്ന് കൊടുത്താണ്. അതിനകത്ത് പക്ഷേ ഒരു പ്രശ്നമുള്ളത് ജയരാജൻ, ഈ പറഞ്ഞ പോലെ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. രമതാ ചന്ദ്രശേഖരന്റെ പങ്കുണ്ട് എന്നുള്ളതാണോ നിലപാട്, അല്ലെങ്കിൽ പങ്കില്ല എന്നുള്ളതാണോ നിലപാട്? ആയിക്കോട്ടെ, നമ്മളിപ്പോ ഈ ഖാദി ബോർഡിന്റെ തീരുമാനങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളോടെല്ലാം സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മളെ വാർത്താ സമ്മേളനം തുടങ്ങിയത്. ഒക്കെ കേൾക്കൂ. അതിന് വിഘാതമാവുന്ന നിലക്കുള്ള ഒരു പ്രസ്താവന എൻ്റെ അടുക്കിൽ നിന്ന് വരാതിരിക്കാൻ ഞാൻ നല്ലോണം ക്ഷമാപൂർവമാണ് നിങ്ങളുടെ ഓരോ ചോദ്യത്തോടും പ്രതികരിച്ചത്. അപ്പൊ അതുകൊണ്ട് ഒറ്റ നിലപാടേ ഉള്ളൂ. അപ്പൊ ആ നിലപാട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടാണ് ഇപ്പോഴും ഉള്ളത്. അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ എൻ്റെ ഫേസ്ബുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, എല്ലാവർക്കും നന്ദി.